Good morning all. വെൽക്കം ബാക്ക് അവർ ലിറ്റീഷ്യ കുക്കിംഗ് വ്ളോഗ്. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ കർട്ടനൊക്കെ മാറ്റി മുന്നിലുള്ള പച്ചപ്പൊക്കെ ഒന്ന് നോക്കി നല്ലൊരു പോസിറ്റീവ് എനർജിയാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ രാവിലെ ഒരു 5:30 മണിക്കാണ് കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ കെറ്റിലിൽ വെള്ളം വെക്കുന്ന ചായക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. കോണ് അഥവാ ചോളം ഇല്ലേ, അതിൻ്റെ പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് കടലക്കറിയാണ് കോമ്പിനേഷൻ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം തിന്നാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടോടെ തന്നെ ചായ പുട്ട് സെർവ് ചെയ്തു. ഉപ്പിയും കുട്ടികളൊക്കെ ചൂടോടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് ലോഡായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഉണ്ടാകുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെച്ചു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ നൈബർ അവൻ്റെ തത്തയെ കൊണ്ട് ആ വഴിക്ക് വന്നത്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ അവിടെ മുന്നിൽ തൊടിയിൽ എന്തോ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അവനായിക്കൂടെ വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പഴയ വെജിറ്റബിൾസൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി അടിച്ചു വരുന്ന പരിപാടിയാണ്. ജനാലയ്ക്ക് അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ, അതാണ് അങ്ങനെ പൊടിയൊക്കെ തട്ടി എടുത്തത്. എൻ്റെ ഇടയിൽ കൂടെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളത് കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ ജെല്ലാണ് ഉപയോഗിക്കാറ് അലക്കാൻ വേണ്ടിയിട്ട്. പൊടിനേക്കാളും നല്ല സ്മെല്ലും കാര്യമൊക്കെ ജെല്ലിനാണ്. അപ്പോൾ പിന്നെ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതുകൂടി ചേർത്ത് അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, പെരുംജീരകം, കരിവേപ്പ് ഇട്ട് നല്ലതായിട്ട് ഞാൻ ചതച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ലെമൺ ജ്യൂസ് അതുപോലെ കോൺഫ്ലവറിൻ്റെ പൊടി എന്നിവ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ്. അത് മാത്രം തിന്നാൻ തോന്നുന്നുണ്ട്. ചിക്കൻ അത് മാത്രം തിന്നാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള സാധനം വെച്ച് ചെയ്തതാണ്. എന്നിട്ടും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇന്ന് ചിക്കൻ കറിയും ഗീ റൈസുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണേ, അപ്പോഴാണ് ഒരു പെർഫെക്ഷൻ കിട്ടുക. അങ്ങനെ മിക്സാക്കി അപ്പോൾ തന്നെ നല്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ജോക്കറാണ് കേട്ടോ അരി, നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള അരി. അത് കുതിർത്താൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ കുതിർത്തിങ്ങാണ്ട് അരി ചോറുണ്ടാക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റായി കിട്ടും. പിന്നെ അത് കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറുള്ളി, കരിവേപ്പ് എന്നിവ മൂപ്പിച്ചെടുക്കുകയാണ്. ഞാൻ മസാലയും കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് പാർന്ന് അങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഗീ റൈസൊക്കെ ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും